പതിവ് പോലെ ഫുഡ് കഴിക്കാൻ പോവാണേ. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. കൺട്രി ഏതാണെന്ന് ചോദിച്ചിരുന്നല്ലോ, അപ്പോൾ അത് നിങ്ങളോട് പറയാൻ പറ്റിയില്ല. ഞാൻ വന്ന കൺട്രി മൗറീഷ്യസ് ആണ്. മൗറീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ ഐലാൻഡാണ്. ചെറിയൊരു സ്ഥലമാണ്, നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ പകുതിയേ ഉള്ളൂ കേട്ടോ. 4 ചുറ്റും വെള്ളമാണ്, പക്ഷെങ്കിൽ അത്യാവശ്യം ഡെവലപ്പ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. പേപ്പർ വർക്കൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ഇവിടെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അതുപോലെ ഏജൻസി ഏതായിരുന്നു എന്നുള്ളതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഏജൻസിയിൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം കേട്ടോ, ഏജൻസി ഏതായിരുന്നു എന്നുള്ളതൊക്കെ. അതുപോലെ ബാക്കി ഡീറ്റെയിൽസും, ഫീസ് എത്രയായി, പ്രൊസീജിയറൊക്കെ എങ്ങനെയായിരുന്നു, കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. ഒരു പ്രശ്നമില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. ജോലി സാധ്യതകൾ ഒരുപാടുള്ളൊരു കൺട്രി കൂടിയാണ് കേട്ടോ. പക്ഷെങ്കിൽ നമുക്ക് സാലറി ഇവിടെ നോർമൽ UK കൺട്രീസൊക്കെ വെച്ച് നോക്കുമ്പോൾ, പുറത്തുള്ള കൺട്രീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു നമ്മുടെ ഇന്ത്യയൊക്കെ പോലെ തന്നെ കുറച്ചുകൂടെ ഇനിയും ഡെവലപ്പ് ആവാനുള്ള ഒരു സ്ഥലമാണ്. ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ 1 രൂപ നമ്മുടെ 2 രൂപ അങ്ങനെ വരും കേട്ടോ. നമുക്കിവിടെ ഒരു 30,000 സാലറി എങ്കിൽ നാട്ടിലെ ഒരു 60 രൂപ 62 രൂപ അങ്ങനെയാണ് സാലറി കാര്യങ്ങളൊക്കെ വരിക. പക്ഷെങ്കിൽ മെയിനായിട്ട് നമുക്കിവിടെ ചിലവ് കുറവാണ്. അരിക്കും സാധനങ്ങൾക്കും എല്ലാം, അതുപോലെ സ്റ്റേക്കാണെങ്കിലും ചിലവ് കുറവാണ്. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇന്ന് കിട്ടിയ ഫുഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ടൊമാറ്റോ ചട്നി ഉണ്ട്, അതുപോലെ വെജിറ്റബിൾ കച്ചമ്പർ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ്. പിന്നെ പായസം, പപ്പടം രണ്ടും ഉണ്ട്. മധുരം കുറവാട്ടോ പായസത്തിന്, ഇവിടെ എല്ലാവരും അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ മാങ്ങ അച്ചാറ്. ഇതുണ്ട്, തേങ്ങ വെച്ചിട്ടൊരു സംഭവമുണ്ട് ചട്നി പോലെ, അത് നെയ്ച്ചോറ് പോലെയൊരു സംഭവമാണ്. പിന്നെ വെജിറ്റബിൾ റൈസ്. ഇന്നലെ കുറച്ച് പേരെ ഉള്ളായിരുന്നേ, ഇന്നിപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും തന്നെ മലയാളികളാണ്. ഈ ഫസ്റ്റ് ഇരിക്കുന്ന 2 പേരുണ്ടല്ലോ, ഇവർ തമിഴാണ്. ഒരു സംഗതി കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. ഈ പ്ലാസ്റ്റിക് കവറിൽ ഇരിക്കുന്നത് ഇവർ സൈഡായിട്ട് തരുന്നതാണ്. അതിൽ പായസം, അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. പിന്നെ ഇതാ സ്പ്രൈറ്റ്, അതും ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടി കിട്ടും. കേട്ടോ ഇപ്പം ഞങ്ങളാകെ ഒരു 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങോട്ടതാ തിരിയുന്നുണ്ടോ, ഇത്രയും ആളുണ്ട്. ഫ്രണ്ടിൽ ഇവിടെയുള്ള ഒരു അക്കയുണ്ട്, ഒരു അമ്മയുണ്ട്. ഞങ്ങൾ ഷോർട്ട് കട്ട് പഠിപ്പിച്ചതൊക്കെ പുള്ളിക്കാരി കേട്ടോ. നമ്മുടെ ഒരു മിററുണ്ടേ, ഇവനെ ഫോട്ടോ എടുക്കാൻ വിളിച്ചതാണ്. തമിഴ്നാട് കൾച്ചറാന്ന് പറഞ്ഞത് തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുക കേട്ടോ. അവൾ റൂംമേറ്റാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ.